സത്യത്തിൽ ഈ അജിത് കുമാർ ഇപ്പോൾ കാക്കി ധരിച്ച് നടക്കുന്നത് കേരളത്തിലെ പോലീസുകാരെ സംബന്ധിച്ചും ജനങ്ങളെ സംബന്ധിച്ചും അപമാനകരമാണ്. ഇതുപോലെയുള്ള ഒരു പക്ക ക്രിമിനൽ ആ ക്രിമിനലിനെ ഈ വേഷം ധരിപ്പിച്ച് ഈ കേരളത്തിലെ പോലീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ മാന്യമായ പോലീസാണ്. ആ പോലീസിൻ്റെ തലപ്പത്ത് ഇതുപോലെയുള്ള ഒരു ക്രിമിനലിനെ കൊണ്ടിരുത്തി ആ പോലീസിനെ തന്നെ എന്താ പറയുക ഈ ക്രിമിനൽ വൽക്കരിച്ച ഒരു കാലഘട്ടം കേരളത്തിലുണ്ടാവില്ല. ഇപ്പോൾ നോക്കൂ, നിങ്ങൾ എയർപോർട്ടിൽ നിന്ന് എന്താ സ്വർണ്ണം പിടിക്കാത്ത സ്വർണ്ണപ്പഴം വരുന്നുണ്ടല്ലോ. നിങ്ങൾ ആരും അത് ശ്രദ്ധിച്ചില്ലേ? കഴിഞ്ഞ 4-5 മാസമായിട്ട് കസ്റ്റംസാണല്ലോ സ്വർണം പിടിക്കുന്നത്. എന്താ പോലീസ് പിടിക്കാത്തത്? എയർപോർട്ടിൻ്റെ അകത്താണല്ലോ സ്വർണ്ണപ്പിടുത്തം നടക്കുന്നത്. അപ്പോൾ ഇതൊരു ഞാൻ അന്ന് പറഞ്ഞത് ഓരോ ഘട്ടത്തിലും ഓരോന്നും എടുത്ത് നിങ്ങൾക്ക് പരിശോധിച്ചാൽ സാധിക്കും. സ്വർണത്തിൻ്റെ ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടക്കേണ്ട സമയമാണിപ്പോൾ. ലോകത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത വിലയിലേക്ക് സ്വർണം പോയിരിക്കുകയാണ്. ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പോലീസ് പിടിക്കുന്നത്. അപ്പോൾ ആ കേസുകളിലൊക്കെയും സുജിത് ദാസിനെ അടക്കം രക്ഷപ്പെടുത്തിക്കൊണ്ട് അതിലേക്ക് ചാപ്പ കുത്താനാണ് ഈ പറയുന്ന വിജയനെതിരെ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്? ആ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുമ്പോൾ അദ്ദേഹം കൊടുത്ത മൊഴിയാണ് പി വിജയന് ഈ കള്ളക്കടത്തുമായി ബന്ധമുണ്ട് എന്ന് സുജിത് ദാസ്, മലപ്പുറം SP ആയ സുജിത് ദാസ് എന്നോട് പറഞ്ഞു എന്നാണ് മൊഴി കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക ഡെപ്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കേസിലെ 3 ആളുകളും IPSകാരാണ്. പ്രതിയാക്കപ്പെട്ട അല്ലെങ്കിൽ കുറ്റം ചെയ്തു എന്ന് പറയുന്ന ആൾ IPS വിജയന്. ഇങ്ങനെ കള്ളക്കടത്തുകാരുമായി സഹായിച്ചു എന്ന് സുജിത് ദാസ് പറഞ്ഞു എന്ന് പറയുന്നതിന് IPS. ഇത് ജനങ്ങളോട് പറയുന്ന, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് പറയുന്ന അജിത് കുമാർ IPS. അപ്പോൾ ഏത് നിലവാരത്തിലേക്ക് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ എന്താ പറയുക അവസ്ഥ മാറി. ഇപ്പോൾ തന്നെ നോക്കൂ, നിങ്ങളൊക്കെ മയക്കുമരുന്നിനെതിരെ വലിയ പോരാട്ടം നടത്തുകയാണ്. എല്ലാ ചാനലുകളും രംഗത്തുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 1.5-2 മാസമായിട്ടാണല്ലോ ഈ മയക്കുമരുന്ന് കേസ് ഇത്രയും പിടിക്കപ്പെട്ടത്. എവിടെയായിരുന്നു ഈ പോലീസ്? ഇത് കേരളത്തിൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ. നമ്മൾ ആവർത്തിച്ച് കേരളത്തിൻ്റെ നിയമസഭയിലടക്കം ആവർത്തിച്ച് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ. അതിനെ സപ്പോർട്ട് ചെയ്തതിന് ആരാണ്? ഡാൻസാഫ് എന്ന് പറയുന്ന ഒരു സംഘം ഉണ്ടാക്കി ആ സംഘത്തെ മുഴുവൻ ഈ മയക്കുമരുന്ന് കച്ചവടത്തിന് ഉപയോഗിച്ചിരുന്ന അതിൻ്റെ ഒരു ഭാഗമായി നിന്നിരുന്ന പോലീസ് സേന ഡാൻസാഫിലുണ്ടായിരുന്നു. ഞാൻ കൊടുത്ത പരാതിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ഘട്ടം വന്ന് ജനങ്ങൾ റോഡിലേക്ക് ഇറങ്ങിയപ്പോഴാണ് പോലീസ് ആക്ഷൻ ചെയ്യേണ്ടി വന്നത്. ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് പിടിക്കണമെന്നുണ്ട്, ഈ എക്സൈസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് പിടിക്കണമെന്നുണ്ട്. പക്ഷേ അതിന് നിർദ്ദേശമുണ്ടായിരുന്നില്ല. അതായത് സ്വർണം, മയക്കുമരുന്ന്, ഇനി എന്തൊക്കെ വ്യഭിചാരവുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തത് നിങ്ങൾക്കറിയാം. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തിയ എന്താ പറയുക 5 സ്റ്റാർ വേശ്യാലയം പിടിക്കപ്പെട്ടത് 6-7 മാസങ്ങൾക്ക് മുമ്പാണ് എറണാകുളത്ത്. അപ്പോൾ പെണ്ണ് കച്ചവടം, സ്വർണ്ണ കച്ചവടം, മയക്കുമരുന്ന് കച്ചവടം ആരാ നടത്തുന്നത്? ഈ അജിത് കുമാറിൻ്റെയും ഈ സുജിത് ദാസിൻ്റെ ഉൾപ്പെടെയുള്ള ഈ സംഘത്തിൽപ്പെട്ട ഒരു വിഭാഗം ഈ കേരളം അങ്ങനെ ആക്കി. അതിൻ്റെ പരിണിത ഫലം ഓരോന്ന് വരികയാണ്. പക്ഷെ ജനങ്ങൾ നിസ്സഹായരാണ്. നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. വേലി തന്നെ വിളതുന്ന കാലം. അതുകൊണ്ട് ഇത് ജനങ്ങൾ തിരിച്ചറിയും. അതിൻ്റെ ഒക്കെ ശക്തമായ പ്രതികരണം നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് അതേ ചെയ്യാൻ കഴിയൂ. ജനങ്ങൾക്കൊരു വോട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ആ വോട്ട് പിണറായി സത്തിനെതിരെ അതിശക്തമായിട്ട് നിലമ്പൂരിൽ നിന്നുണ്ടാകും എന്ന കാര്യം നമ്മൾ കാണാൻ പോകുന്ന പൂരമാണ്. അല്ലല്ല, CPIനെ സംബന്ധിച്ച് ഞാനെന്ത് പറയാനാ. ഇപ്പം ഈ അജിത് കുമാറിൻ്റെ വിഷയത്തിൽ തന്നെ എത്ര ശക്തമായിട്ടായിരുന്നു സുനിൽകുമാർ ഉൾപ്പെടെയുള്ള CPIയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള നിലപാടെടുത്തിരുന്നത്. മിണ്ടാൻ കഴിയുന്നുണ്ടോ? മിണ്ടാൻ സാധിക്കുന്നുണ്ടോ? ഇപ്പോൾ SFIO കേസ് എന്തായിരുന്നു CPIൻ്റെ ഇപ്പം നിലപാട്? അത് വീണയുമായി ബന്ധപ്പെട്ടതാണ്, അതിനെ സെപ്പറേറ്റ് ആയിട്ട് കാണണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടോ? ഞാനൊരു കാര്യം പറയാം, കേരളത്തിലെ ജനങ്ങളും നിങ്ങളൊക്കെ വലിയ പ്രതീക്ഷയിലാണ്. ഈ SFIO കേസ് ഇതാ വരാൻ പോകുന്നു, വലിയ സംഭവങ്ങൾ നടക്കാൻ പോകുന്നു. ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല. ഒരു ചുക്കും SFIയുടെ ആ കേസിൻ്റെ മുകളിൽ നടക്കാൻ പോകുന്നില്ല. അത് പരിപൂർണമായ നാടകമാണ്. നിങ്ങൾക്കറിയാലോ ഇത് എങ്ങനെയാണ് ഈ കേസ് വരുന്നത്? ഈ കേസ് വരുന്നത് ഇൻകം ടാക്സിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇൻകം ടാക്സ് കണ്ടെത്തിയ ഒരു വിഷയം SFIOക്ക് അവർ ട്രാൻസ്ഫർ ചെയ്യുകയാണ്, സീരിയസ് ഫ്രോഡ് എന്ന നിലക്ക്. SFIO നടത്തിയ അന്വേഷണത്തിൽ കണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ മുകളിൽ നാളെ വീണ വിജയൻ ഇവിടെ ശിക്ഷിക്കപ്പെടുമെന്ന് നമ്മൾ ആരും കരുതണ്ട. ഒരു ഫൈൻ എളുപ്പം വരും.
കാരണം ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കൃത്യമായി കൈക്കൂലിയായി കൊടുത്ത പണമാണെന്നറിയാം. ഇന്ന് ബി ജെ പിയുമായുള്ള മുഖ്യമന്ത്രിയുടെ ബന്ധം ഏറ്റവും അവസാനമായി ഡൽഹിയിൽ നടത്തിയ ഗവർണറോടൊപ്പം പോയി കേന്ദ്രമന്ത്രി ഈ പറയുന്ന ഫൈനാൻസ് മിനിസ്റ്റർ വന്ന് നടത്തിയ എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കണ്ടതാണ്. എന്തിനു വേണ്ടിയായിരുന്നു? അപ്പോൾ ബി ജെ പിയുമായി സി പി എമ്മും ആർ എസ് എസുമായും സി പി എമ്മും അടുത്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതിനെ മറയിടാൻ ഉണ്ടാക്കിയ ഒരു എന്താ പറയുക ആളുകളെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു കേസിനപ്പുറം, കാരണം SFIO ഇതാ നടപടി എടുക്കുന്നു, കേന്ദ്രം ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു എന്ന ഒരു പുകമറ സൃഷ്ടിക്കുന്നതിലപ്പുറം ഈ SFIO കേസ് നിങ്ങൾ എഴുതി വെച്ചോ, വീണാ വിജയന് ഇതിൻ്റെ ശിക്ഷ വാങ്ങിക്കൊടുക്കാനോ അവരെ ശിക്ഷിക്കാനോ SFIO തയ്യാറാകുന്ന ഒരു രാഷ്ട്രീയ ചിത്രമല്ല മുഖ്യമന്ത്രി പിണറായിയും കേന്ദ്ര ഗവൺമെൻറ്റും BJP യും RSS എന്ന് കാലം തെളിയിക്കും. അത് നമുക്ക് കാണാം.